കഴിഞ്ഞ ദിവസം ഷഫീന ബീബി തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ മരിച്ചുപോയ ആക്ടർ നവാസിനെ പറ്റി കുറേയധികം കുറ്റങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നവാസ് തൻ്റെ ഭാര്യയെ അടച്ചു പൂട്ടിയിട്ടിരുന്നുമായിരുന്നു, ഒരിക്കലും പണിക്കൊന്നും വിട്ടിട്ടില്ല, എന്തൊരു ചിന്താഗതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് സംസാരിക്കാൻ പോകുന്നത്. സോ മറക്കാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസം ഷഫീന ബീബി ഇട്ട ഒരു വീഡിയോയിൽ എന്തുകൊണ്ട് നവാസിൻ്റെ മരണത്തിന് താങ്കളുടെ സോഷ്യൽ മീഡിയയിൽ ആദരാഞ്ജലികളെന്നും പറഞ്ഞ് പോസ്റ്റ് എന്തുകൊണ്ട് ഇട്ടില്ല എന്ന് കുറേയധികം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയാണ് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ആക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു, ഓക്കെ, പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരിക്കലും അദ്ദേഹത്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാര്യയായിട്ടുള്ള റഹീനയെ തൻ്റെ ഇഷ്ടങ്ങളൊന്നും സാധിച്ചു കൊടുക്കാതെ വീട്ടിൽ തന്നെ അടച്ചിട്ടിരുന്നതായിരുന്നു. അതായത് വീട്ടുജോലി മാത്രം ചെയ്യുക എന്നുള്ളൊരു കാര്യം. സിനിമയിൽ അഭിനയിക്കാനൊന്നും നല്ല രീതിയിൽ നിന്ന റഹീനയെ സിനിമയിൽ നിന്ന് മാറ്റി ഈ ഒരു വീട്ടിൽ തന്നെ വീട്ടുജോലി മക്കളെയൊക്കെ നോക്കി നിർക്കുന്ന രീതിയിലേക്ക് ആക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ട് നവാസ് ഉണ്ടെങ്കിൽ അഭിനയിക്കാനും എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കുറേയധികം ഭർത്താക്കന്മാരുണ്ട് ഇതേ കണക്ക് ഭാര്യമാരെ കല്യാണശേഷം ജോലിക്കൊന്നും പറഞ്ഞു വിടാതെ വീട്ടിൽ തന്നെ നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവർ ജോലിക്ക് പോവുകയും അവർക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഒരു ഭാര്യയോട് ചെയ്യേണ്ടത്. അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് കാണിച്ചു തരികയും അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. അത് നവാസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം. അങ്ങനെ പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒപ്പീനിയനാണ് ഞാനത് പറയുന്നത്. കുറേയധികം പേർക്ക് അതിൽ എതിർപ്പ് കാണാം. അങ്ങനെയുള്ളവർ പറഞ്ഞോ, അതിലെനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യം ഷഫീന ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ നവാസിനെ പറ്റി പറയുന്നുണ്ട്. ഭാര്യയുടെ സ്വപ്നങ്ങൾ എന്തുകൊണ്ട് സാധിച്ചു കൊടുക്കുന്നില്ല, പക്ഷേ മകളെ വരെ സിനിമയിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഭാര്യ എന്നിട്ട് പോലും അതിനൊന്നും അനുവദിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. ഭാര്യയുടെ സ്വപ്നത്തെ മൊത്തം തകർത്ത് കളഞ്ഞത് ഈ ഒരു നവാസാണ് എന്നുള്ളൊരു കാര്യം ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ മൊത്തം ഷഫീനയ്ക്കെതിരെ ആണ് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് വന്നിട്ടുണ്ട്. കുറച്ച് പേര് ഷഫീനെ സപ്പോർട്ട് ചെയ്തും വന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമുക്ക് ഓരോരുത്തരുടെ ഫാമിലി കാര്യത്തിലൊന്നും ഇടപെടാൻ പറ്റാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ അവർക്ക് തീരുമാനമാണ് അവരെന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം. ഇപ്പം ഷഫീനെ പറഞ്ഞ പോലെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. റഹീനയ്ക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ, അല്ലെങ്കിൽ വേറെ ബിസിനസ്സൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതൊക്കെ ചെയ്യുന്നതായിരിക്കാം ഇഷ്ടം. അതല്ലെങ്കിൽ ചിലപ്പം നവാസ് പറഞ്ഞിട്ടായിരിക്കും അഭിനയിക്കാൻ പോകാതിരുന്നത്. ഏതായാലും മരിച്ചുപോയ ഒരാളെ പറ്റി കുറ്റം പറയുന്നത് ഒരിക്കലും ശരിയായിട്ടൊരു കാര്യമല്ല എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് കാണും, പക്ഷെ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയിട്ട് അതിന് ശേഷം കുറ്റം പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അത് ഷഫീന ഇപ്പം കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ മരിച്ചിട്ട്, എന്നിട്ട് പോലും ഇങ്ങനെ വന്ന് ഒരു കുറ്റം പറയുന്ന വീഡിയോ ഇട്ടത് ഒരിക്കലും ശരിയായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.